വാക്കുകൾക്ക് ചിറകുകൊടുത്ത് സ്വപ്നങ്ങളെ പാറിപ്പറത്തുന്ന ഈ സാഹിത്യോത്സവം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിനെ രാഷ്ട്രീയ വായനയാക്കുന്ന പ്രതിബദ്ധതയുടെ രസതന്ത്രമായി കാട്ടൂർക്കടവിൽ നിന്നും ഇതാ ഒരു കഥ പുറപ്പെടുന്നു. കഥാകാലത്തെക്കുറിച്ചുള്ള സംവാദം ആരംഭിക്കുകയായി. പ്രിയപ്പെട്ട അശോകൻ ചെരുവിലിനെയും മോഡറേറ്റർ ലിബി പ്രസീദിനെയും ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ. കാട്ടൂർക്കടവിൽ നിന്നും ഒരു കഥ പുറപ്പെടുകയാണ്. ആ കഥയുടെ ആത്മബിന്ദുക്കൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിൽ പുതിയ വായനയായിത്തീരുന്നു. ഇടതുപക്ഷ സഹയാത്രികനും സാഹിത്യകാരനും കാട്ടൂരിൻ്റെ സ്വന്തവുമായ ശ്രീ അശോകൻ ചെരുവിൽ, അദ്ദേഹത്തോടൊപ്പമുള്ള കഥാകാലത്തെപ്പറ്റിയുള്ള ചർച്ച ആരംഭിക്കുകയാണ്. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമസ്കാരം സർ. സാധാരണക്കാരൻ്റെ ജീവിതാനുഭവങ്ങൾ കഥാസന്ദർഭങ്ങളാകുന്ന ഒരു പ്രമേയമാണ് താങ്കളുടെ എഴുത്തുകളിൽ കൂടുതലായി കണ്ടുവരുന്നത്. അവരുടെ ആകുലതകൾ, അവരുടെ വ്യസനങ്ങൾ, അതൊക്കെ കഥകളിൽ കൂടി വായനക്കാരനിലേക്ക് താങ്കൾ എത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രമേയത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. കാരണം ലിബിയുടെ കയ്യിൽ കുറേ ചോദ്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സാമാന്യ മനുഷ്യൻ്റെ, അതായത് സാധാരണക്കാരുടെ ജീവിതം ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ കാലഘട്ടം മുതലേ തന്നെയുള്ള നമ്മുടെ പുരോഗമന സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എഴുത്തുകാർ അവർ വളരെ വലിയ പണ്ഡിതന്മാരായിരുന്നു, ലോകം കണ്ടവരായിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അറിവ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഭാഷയിലും വലിയ വൈദഗ്ധ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായപ്പോൾ തന്നെയും അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവരന്വേഷിച്ച് തന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള സാമാന്യ മനുഷ്യൻ്റെ ജീവിതം അന്വേഷിച്ച് ചെല്ലുകയാണ് ചെയ്തത്. അത് അവരുടെ ഒരു നിശ്ചയദാർഢ്യമാണ്. അത് അനിവാര്യമാണ്. സാഹിത്യത്തിൽ ചെയ്യേണ്ട കാര്യം അതാണെന്നുള്ളൊരു ദൗത്യമാണ്. അപ്പോൾ ഞാനൊക്കെ അത് ഫോളോ ചെയ്യുന്നത് പ്രധാനമായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ സാമൂഹികമായ ഉദ്ദേശം തീർച്ചയായിട്ടുണ്ട്. കാരണം അനുഭവങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ നിലനിൽക്കുന്നത് പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലാണ്. ഇപ്പം ഞാനത് ചെയ്യുന്നതിന് വേറൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു സാധാരണക്കാരനാണ്. അത്രമാത്രം പാണ്ഡിത്യമില്ല. മാത്രമല്ല ഭാഷയിലും, നേരത്തെ ഇവിടെ അരുതിയൊക്കെ സൂചിപ്പിച്ച പോലെ ഭാഷയിലും ഒരു വിദഗ്ധനല്ല. അപ്പോൾ സാധാരണക്കാരുടെ ഭാഷയിൽ അവർ ചിന്തിക്കുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. അത് എൻ്റെ കൂടി ജീവിതമായതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ജീവിതമായതുകൊണ്ട് അത് ആവിഷ്കരിക്കാൻ കഴിയും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എഴുത്തും ഒരു ദർശനത്തെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദർശനം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഫിലോസഫി, അതിനെപ്പറ്റി ആയിരക്കണക്കിന് പുസ്തകങ്ങളും വലിയൊരു സബ്ജക്റ്റാണല്ലോ. അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള പഠന വിഷയമാണ്. പക്ഷേ ദർശനത്തിൻ്റെയും മൗലികമായ ദർശനത്തിൻ്റെ സാന്നിധ്യമുള്ളത് സാമാന്യ മനുഷ്യരുടെ ഇടയിലാണ്. ഞാനത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ചിട്ടൊന്നുമില്ല, ഫിലോസഫിയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ അത്യാവശ്യം കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ചില ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഞാൻ വളരെ സൂക്ഷിക്കാറുണ്ട്. അത് എൻ്റെ കഥകളിൽ ഞാൻ സാമാന്യ മനുഷ്യനെയാണ്, തൊഴിലാളികളും കൃഷിക്കാരെയൊക്കെയാണ് കഥാപാത്രങ്ങളാക്കുന്നതെങ്കിലും അവരെല്ലാവരും ദാർശനികരാണ്.
അപ്പോൾ ഈ ദർശനം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഒരു സാഹിത്യകാരൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നതാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സാഹിത്യകാരന്മാർ സമൂഹത്തിൽ നടക്കുന്ന അന്യായങ്ങളെ പഠിച്ച് നന്നായി വിശകലനം ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ സമൂഹത്തിലേക്ക് അറിയിക്കുന്നു. സാഹിത്യകാരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപറ്റം സാഹിത്യകാരന്മാർ മാധ്യമത്തിൻ്റെ അജണ്ടയ്ക്കനുസരിച്ച് അവരുടെ തൂലിക ചലിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ വർഗീയ രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയ രാഷ്ട്രീയത്തിൻ്റെ നാവായി അവർ പ്രവർത്തിക്കുന്നു. ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം വർഗീയതയ്ക്കും അല്ലെങ്കിൽ മാധ്യമ ഗൂഢാലോചനയ്ക്കുമൊന്നും മലയാളത്തിലെ എഴുത്തുകാർ വിധേയരായിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ആദ്യകാലത്തെ എഴുത്തുകാരെ പോലെ തന്നെ ആദ്യകാലത്തെ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ എഴുത്തുകാരുടെ ഏറ്റവും ഉയർന്ന അവരുടെ ആ ഒരു വരവിൻ്റെ ഒരു മഹത്തായ കാലം എന്ന് പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദൗത്യം ഉണ്ടായിരുന്നു അന്ന്. നവോത്ഥാനത്തിൻ്റെ ഘട്ടം. ഇപ്പോൾ കുമാരനാശാനും അതുപോലുള്ള ആൾക്കാരൊക്കെ അവരെയൊക്കെ മുന്നോട്ട് നയിച്ചത് നവോത്ഥാനമാണ്. മറ്റൊരു വിഭാഗം ഇപ്പോൾ വള്ളത്തോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള പലരെയും പ്രചോദിപ്പിച്ചത് ദേശീയ സമരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന എഴുത്തുകാർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ജനാധിപത്യ ജാഗ്രത ഉണ്ടായിരിക്കും. അത് വായിച്ചു വളർന്ന തലമുറയുണ്ട്. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ കൂടുതൽ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള തലമുറയ്ക്കും അത്തരത്തിലുള്ളൊരു സംഗതി ഉണ്ടാവും. അപ്പോൾ അവരതൊക്കെ നിലനിർത്താൻ ശ്രമിക്കും. ഇപ്പോൾ എഴുത്തുകാർ രണ്ട് നിലയ്ക്കാണ് സമൂഹത്തോട് പ്രതികരിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് എഴുത്തിലൂടെ അവർ നടത്തുന്ന സർഗാത്മക പ്രവർത്തനത്തിലൂടെ. മറ്റൊന്ന്, സർഗാത്മക പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന സമൂഹത്തിലൊരു മേൽക്കൈ ഉണ്ടാവുമല്ലോ. അവർ നായകസ്ഥാനത്തേക്ക് വരും സ്വാഭാവികമായിട്ട്, അറിയാതെയാണെങ്കിലും. അപ്പോൾ ആ നായകസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിസം അവർക്ക് വരും. ഇത് രണ്ടും ചെയ്യുന്ന എഴുത്തുകാരുണ്ട്. ഇതിലേതെങ്കിലും ഒന്നല്ല, മറ്റേ ആക്ടിവിസം ഇല്ലാത്ത എഴുത്തുകാരുണ്ട്. എന്ന് വെച്ചിട്ട് അവർ ആക്ടിവിസമുള്ള എഴുത്തുകാരുടെ കൃതികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ ജാഗ്രത പ്രസംഗങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും ഒക്കെ തന്നെ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എഴുത്തുകാരുടെ കൃതികൾ മാത്രമേ ശരിയാവൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇതൊന്നും ചെയ്യാത്ത പല ആൾക്കാരുടെയും കൃതികൾ, ഒരുപക്ഷെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കൃതികളേക്കാൾ കൂടുതൽ ജനങ്ങളെ ബോധവൽക്കരിക്കുകയോ ജനങ്ങളെ ജനാധിപത്യവൽക്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനൊരു ചെറിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. സ്വാതന്ത്ര്യം ലഭിച്ചു. പലതരത്തിലുള്ള പരിഗണനകളും സമൂഹത്തിന് ലഭിച്ചു. അതുകൊണ്ട് പ്രക്ഷോഭത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ കുറേശ്ശെ കുറഞ്ഞു വന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ ജാഗ്രത കുറഞ്ഞു വന്നു, ജനാധിപത്യ ജാഗ്രത കുറഞ്ഞു വന്നു. മാത്രമല്ല, ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരു ഭയങ്കര മതഭീകര ശക്തി, അതിൻ്റെ സ്വാധീനം, അത് കേവലം മതപരം മാത്രമല്ല, അതൊരു മൂലധനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം കേരളീയ സമൂഹത്തിലേക്ക് പതുക്കെ കടന്നു വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. എഴുത്തിൻ്റെ മേഖലയിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം. പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. അത്തരത്തിൽ ഒരു സംഭവം മലയാളത്തിലെ എഴുത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഇന്ന് വളരെയേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. താങ്കൾ അതിനോട് യോജിക്കുമെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? ഇപ്പം ഞാൻ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് തിരുവനന്തപുരത്ത് ഒരു വലിയ എഴുത്തുകാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുണ്ടായി. എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ തന്നെ. അത് ഒരു അതിൻ്റെ ഒരു ഓർഗനൈസിങ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്.
മുകുന്ദനാണ് പ്രസിഡന്റ്. ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പല ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വന്നു. അപ്പോൾ അതിലേക്ക് നയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിബി പറഞ്ഞ പോലെ ആവിഷ്കാരത്തിൽ കുറേ കാലമായിട്ട് ആവിഷ്കാരത്തിൻ്റെ പ്രതിസന്ധിയുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കേസുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ നീക്കം, അത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. കഴിഞ്ഞ 10 വർഷമെങ്കിലുമായിട്ട് 10-12 വർഷമായിട്ട് ദേശീയ കുറ്റാന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പല കേസുകൾ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ചില സംഭവങ്ങളെ വെളിച്ചത്തിൽ ചില സാമ്പത്തിക കുറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ ആൾക്കാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പലരും എഴുത്തുകാരാണ്. അവരിൽ പലരും വിധേയപ്പെടാൻ തയ്യാറില്ലാത്ത മാധ്യമപ്രവർത്തകരാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കാനും അവരെ വരുതിയിലാക്കാനുള്ള വലിയൊരു ശ്രമം നടന്നിട്ടുണ്ട്. അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്കവാറും മാധ്യമങ്ങളും ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഭരണവർഗ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം നടത്തുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അത് വേറെ ഒരു വിഷയം. പക്ഷേ ചില ആൾക്കാർ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് വളരെ ധീരതയോടുകൂടി. അവരെ പലരെയും പല കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി ജയിലിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഈ വരവര റാവു എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ജയിലിലായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പല ആൾക്കാരും, ഞാൻ പേര് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകും, അവർ പലരും ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞങ്ങളിപ്പോൾ ഈ തിരുവനന്തപുരത്ത് യോഗം വിളിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം. എമ്പുരാൻ സിനിമയുടെ ഒന്നാം വിമർശനത്തിൻ്റെ ഒരു 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ഭയങ്കരമായ സൈബർ ആക്രമണം ഒക്കെ നടന്നു. എന്നിട്ട് നേരത്തെ ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ തന്നെ അവർ തന്നെ സ്വമേധയാ ചില ഭാഗങ്ങളൊക്കെ പിൻവലിക്കാനൊക്കെ തയ്യാറായി. വളരെ ദയനീയമായൊരവസ്ഥയാണത്. ഒരു കലാകാരന് അത് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളത്. പക്ഷേ അത് തയ്യാറായി, ശരി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എമ്പുരാൻ സിനിമ നിർമ്മിച്ച നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഗോകുലം ഗോപാലിനെതിരായിട്ട്, അത് സിനിമ നിർമ്മിച്ചു എന്നുള്ള കുറ്റമല്ല, പരോക്ഷമായിട്ട് വേറൊരു കേസ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ED അന്വേഷണം വന്നു. പെട്ടെന്ന് തന്നെ എമ്പുരാൻ സിനിമയുടെ ഡയറക്ടറും അതിൻ്റെ സംവിധായകനുമായിട്ടുള്ള പൃഥ്വിരാജിനെതിരായിട്ട് മറ്റേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെയ്ഡ് വന്നു. മറ്റൊരു നിർമ്മാതാവായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂരിനെതിരായിട്ടും കേസ് വന്നു. അപ്പോൾ വാസ്തവത്തിൽ സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപം മാത്രമല്ല, ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സിനിമ എന്ന് പറയുന്ന കലാരൂപം വാസ്തവത്തിൽ അത് നമ്മുടെ സിനിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കല മാത്രമല്ല, അത് നമ്മുടെ സമകാലീന സമൂഹത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അവലംബം കൂടിയാണ്, ഒരു ജനസമൂഹത്തിൻ്റെ. അതിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ആരാണ് അതിന് തയ്യാറാവുക? കാരണം എന്തു പറഞ്ഞാലും കുറ്റമാവും. അപ്പം അത് ഇപ്പോൾ ഭരണവർഗം, പ്രത്യേകിച്ചും ഈ ഫാസിസം പോലുള്ള അധികാര ഭീകരത ഉള്ള ഒരു ഭരണത്തിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവാണെന്ന്. നീങ്ങിയാൽ അത് പേടിക്കും ഭരണകൂടം. അപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ കലാരൂപത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയൊരു അനിശ്ചിതത്വത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിപ്പോൾ പറഞ്ഞു എന്ത് പറയണം എന്ന് പോലും നമ്മൾ പേടിച്ചാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്ത് ഭക്ഷിക്കണം, എല്ലാത്തിനും ഇന്നൊരു ഭയം നിറഞ്ഞിരിക്കുകയാണ്. അത് ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായി, അല്ലെങ്കിൽ പറഞ്ഞ് നമ്മളിന്ന് കേൾക്കുന്ന നവബ്രാഹ്മണ്യത്തിൻ്റെ ഒരു പകർച്ചവ്യാധി ഇന്ന് ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പുരോഗമന ആശയങ്ങളെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. പുരോഗമന ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സാഹിത്യകാരനായ താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനോട് എതിർത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ സ്വതന്ത്രനായി നിന്ന് എഴുതാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായിരിക്കുന്നത്? അത് കേരളത്തിൽ ജീവിച്ചു, ഇത്രകാലം കേരളത്തിൽ ജീവിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മനസ്സ്, ഒരു ജനാധിപത്യ ബോധം, പിന്നെ അവിടെയുള്ള അതിശക്തമായ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ,
ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിനാണ് അവിടെ ഇന്ന് ഞാനല്ലെങ്കിൽ എന്നേക്കാളൊക്കെ വളരെ സജീവമായ രീതിയിൽ അധികാര ഭീകരതയെ എതിർത്ത് നിൽക്കുന്നത്. അത് അതിന് അത് അങ്ങനെ പക്ഷേ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷെ പരസ്യമായി പലർക്കും അധികാര ഭീകരതയോടൊപ്പം അല്ലെങ്കിൽ വർഗീയതയോടൊപ്പം മതരാഷ്ട്രീയത്തിൻ്റെ ഒപ്പമൊക്കെ നിൽക്കാനുള്ള മടിയുണ്ട്. പക്ഷേ പല നീക്കങ്ങളും അണിയറയിൽ പല നീക്കങ്ങളും നടക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം വലിയ പ്രലോഭനങ്ങളാണ് എഴുത്തുകാർക്കും കലാകാരന്മാർക്കും നേരെ രാജ്യം ഭരിക്കുന്ന വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമായ എല്ലാ ഔദാര്യങ്ങളും, പലതരത്തിലുള്ള സമ്മാനങ്ങൾ, അവാർഡുകൾ, പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഫെല്ലോഷിപ്പുകൾ ഒക്കെ തന്നെ ആ കൂട്ടർക്ക് വേണ്ടി കൊടുക്കാനുള്ള നീക്കങ്ങളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നു. അതുപോലെ അത് ഏറ്റവും താഴ്ന്ന തട്ടിൽ തന്നെ വലിയ മട്ടിൽ വലിയ മൂലധനത്തിൻ്റെ പിന്തുണയോടുകൂടി കേരളീയ സമൂഹത്തെ കൂടി വർഗീയമായി ഭിന്നിപ്പിക്കാനും ഒക്കെ ഉള്ളത് സഹായകരമായ രീതിയിലുള്ള സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതിനെ ഒരു കലാസാഹിത്യ രംഗത്തെയൊക്കെ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവുക എന്ന് ഭയപ്പെടുന്നു. ഇപ്പോഴൊക്കെ തന്നെ അത് വളരെ പ്രത്യക്ഷമല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ അതൊക്കെ നടക്കുന്നത്. സംഭവിച്ചേക്കാം. താങ്കളുടെ എഴുത്തിനെ അത് ബാധിച്ചിട്ടുണ്ടോ? എൻ്റെ എഴുത്തിനെ ബാധിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ എഴുത്ത് ഒരുപക്ഷെ കൂടുതൽ ഒരു 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 പ്രത്യേകമായ ഒരു ലക്ഷ്യത്തെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജാഗ്രത കൈവരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മലയാളത്തിലെ എഴുത്ത് പൊതുവെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി ഇപ്പോൾ ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് വേറൊരു വിഷയമാണ് മലയാളത്തിൽ, അതിവിടെ ചർച്ചാ വിഷയമായിട്ടില്ല എന്ന് തോന്നുന്നു. മലയാളത്തിൽ സാഹിത്യം ഇല്ലാതാവുകയാണോ, പുതിയ തലമുറയിലെ സാഹിത്യകാരന്മാർ പ്രതിഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് NE സുധീർ എന്ന് പറഞ്ഞൊരു നിരൂപകൻ ഒരു ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ഞാൻ പുതിയ ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, NE സുധീർ എന്ന് പറയുന്ന ആ നിരൂപകൻ വായിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്, മലയാള സാഹിത്യം വായിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതറിയാത്തത്. കാരണം നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ പുതിയ തലമുറയിലെ തന്നെ, ഏറ്റവും പുതിയ തലമുറയിലെ തന്നെ എഴുത്തുകാരൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ജനാധിപത്യ അവബോധം, അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ചറിയുന്ന സമൂഹത്തിലെ ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭരണത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ ഏത് രീതിയിലാണ് അത് ബാധിക്കുന്നത്, കേരളീയ മനസാക്ഷിയെ, കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും ചിന്തയെ അതെങ്ങനെ ബാധിക്കുന്നത്, അവന് എത്രമാത്രം പുരോഗമനപരമായി മുന്നോട്ട് പോയിരുന്നൊരു സമൂഹമാണ്. പക്ഷേ അവൻ്റെ ബോധതലങ്ങളിൽ എത്രമാത്രം പിന്തിരിപ്പൻ അന്തരീക്ഷം കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ബിന്യാമൻ സംസാരിച്ചപ്പോൾ എത്രമാത്രം മോശപ്പെട്ട നരബലി പോലുള്ള സംഗതികൾ, അന്ധവിശ്വാസം, അനാചാരങ്ങൾ, ആചാരങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂടോത്രങ്ങൾ, ആർത്തികൾ ഒക്കെ തന്നെ അതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ രാഷ്ട്രീയമായ ഇപ്പോൾ എല്ലാ ഊർജത്തിൻ്റെയും പിൻബലം സൂര്യനാണെന്ന് പറയുന്ന പോലെ ഭരണവർഗത്തിനുണ്ടാകുന്ന മാറ്റമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു ജനാധിപത്യ കക്ഷി ഭരിക്കുന്നത് പോലെയല്ല ഒരു വർഗീയ കക്ഷി രാജ്യം ഭരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം മനുഷ്യ മനസ്സുകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണമായിട്ടാണ് എഴുത്തു വരുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും അത് പിൻവാങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുതിയ തലമുറ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലില്ലേ? പ്രത്യേകിച്ച് ഡിജിറ്റൽ കാലഘട്ടമാണ്, വായനയും എഴുത്തും ഒക്കെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ കൂടിയാണ്. അവരെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണോ താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നത്? സമൂഹ മാധ്യമങ്ങൾ അതിന് നമുക്ക് ലഭ്യമായ ഒരു പരിമിതമെങ്കിലും ആയിട്ടുള്ള ഒരു ഉപാധിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും എഴുത്തുകാർ അവർക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള പ്രസിദ്ധീകരണ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ധാരാളം സമാന്തര പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. ഈ സമാന്തര പ്രസിദ്ധീകരണങ്ങളൊക്കെ അന്ന് നടത്തിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല, വലിയ പ്രതിഭാശാലികളാണ്. അവരുടെ പേര്
അവരുടെ പേരിനോട് അവരുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരിലാണ് അവർ പലരും അറിയപ്പെടുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള, അതൊക്കെ കുറച്ച് മുമ്പാണ്. മിതവാദി ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ യുക്തിവാദി MC ജോസഫ്, ഞാൻ ഇരിങ്ങാലക്കുടക്കാരനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. യുക്തിവാദി MC ജോസഫ്, അതുപോലെ ഞങ്ങളുടെ നാട്ടിൽ തീനാളം എന്ന് പറഞ്ഞ പത്രം ഇറങ്ങിയിരുന്ന ട്രോട്സ്കിസ്റ്റായിട്ടുള്ള ഒരു ധർമ്മബന്ധു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഭാരജ്ഞാനികളാണ് അവരൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അന്ന് ഇറങ്ങിയിരുന്ന മാതൃഭൂമി അയച്ചോപ്പിലോ മനോരമയിലോ അതുപോലെ തന്നെയുള്ള വലിയ വൻകിട പ്രസിദ്ധീകരണങ്ങളൊക്കെ അവരൊരു ലേഖനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവർ പ്രസിദ്ധീകരിക്കും. പക്ഷേ അവരതിന് തയ്യാറില്ല. അവരതിലൊക്കെ എഴുതാറുണ്ട് എങ്കിൽ പോലും അവർ സ്വന്തമായിട്ടൊരു പ്രസിദ്ധീകരണം അതിനുവേണ്ടി അവർ കഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിനുവേണ്ടി കാശ് പിരിക്കാൻ നടക്കുന്നു, എഡിസംഖ്യ പിരിക്കാൻ നടക്കുന്നു, അതിനുവേണ്ടി പരസ്യം പിടിക്കാൻ നടക്കുന്നു, ഇത് അച്ചടിക്കാൻ വേണ്ടി പ്രസ്സിൽ ഇങ്ങനെ ഒറ്റയാളാണ് എല്ലാ പണിയും ചെയ്യുന്നത്. ഒരു മാസികയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, ഈ സ്ട്രാപ്ലർ അടിക്കുന്ന അടക്കം ഒരാളാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ള പുതിയ കാര്യങ്ങളാണ് ലോകത്തോട് പറയാനുള്ളത്. അത് ഒരുപക്ഷെ മലയാള മനോരമയായാലും മാധ്യമമായാലും മാതൃഭൂമി ആയാലും അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾക്കായാലും അവരുടേതായിട്ടുള്ളൊരു നയവും സമീപനം ഉണ്ടല്ലോ. അപ്പോൾ അതിനനുയോജ്യമായ സംഗതികളെ അവർ പ്രസിദ്ധീകരിക്കുള്ളൂ. പക്ഷേ അവർക്കത് പോരാ, ഇവർക്കത് പോരാ. ഇവർക്ക് സ്വന്തം അഭിപ്രായം തന്നെ നിർഭയമായി പറയണം. അതിന് വേണ്ടിയിട്ട് അവർ ലിറ്റിൽ മാഗസിനുകൾ ഇറക്കിയിരുന്നു. ഇന്നത്തെ ഒരു ലിറ്റിൽ മാഗസിൻ അങ്ങനെ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും മറ്റ് സമാന്തര ഫേസ്ബുക്ക് പോലുള്ള സംഗതികളൊക്കെ തന്നെ ഉപയോഗിക്കാമല്ലോ. ജനാധിപത്യവൽക്കരണത്തിന് അതൊരു സാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. പിന്നെ യുവതലമുറയിലെ പ്രത്യേകിച്ച് എഴുത്തുകാരുടെ കൂട്ടത്തിൽ അരാഷ്ട്രീയ പ്രവണതകൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. സമൂഹത്തിൽ പൊതുവെ അരാഷ്ട്രീയ പ്രവണതകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എഴുത്തുകാരുടെ മേഖലയിൽ രാഷ്ട്രീയ പ്രവണത തന്നെയാണ് കൂടുതൽ വരുന്നുണ്ടെന്ന്. യുവ തലമുറയിൽ അങ്ങനെ ഒരു പ്രവണത അതായിരുന്നു. പൊതു സമൂഹത്തിലുണ്ട്. യുവതലമുറ എന്ന് പറയാൻ പറ്റില്ല. പൊതുവെ കേരളീയ സമൂഹം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരാഷ്ട്രീയമായിട്ടുള്ളൊരു മധ്യവർഗം, അതിന് പല സാമൂഹ്യമായ കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളം എന്ന് പറയുന്ന പണ്ട് കാലം മുതലേ തന്നെ അത്ര വലിയൊരു പുണ്യഭൂമിയൊന്നുമല്ല. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാംസ്കാരിക ജീർണത അങ്ങേയറ്റം ശക്തമായിരുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടിമത്തം, ഒരുപക്ഷെ അമേരിക്കൻ ഐക്യനാടുകൾ അമേരിക്കയിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വർണ്ണവിവേചനം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം, അതായത് അമേരിക്കയിലൊക്കെ മനുഷ്യന്മാർക്ക് അൺടച്ചബിലിറ്റി ഒന്നും അമേരിക്കയിലില്ല കേട്ടോ. അവിടെ ഈ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന് പറഞ്ഞ നോവല് അബ്രഹാം ലിങ്കനെ പ്രചോദിപ്പിച്ച, വർണ്ണവിവേചനത്തിനെതിരായിട്ട് പോരാടാൻ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച നോവലാണ്. ആ നോവലിൽ അങ്കിൾ ടോമിന് അദ്ദേഹത്തിൻ്റെ യജമാൻ്റെ വീട്ടിൽ കിടക്കാം, പള്ളിയിൽ പോവാം, സ്കൂളിൽ പോവാം, അദ്ദേഹത്തിന് വായിക്കാനും അറിയാം. അതാണ് ആ കൊടി കുത്തിയുവാനുള്ള അടിമത്തത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ സ്ഥിതി? ഇവിടുത്തെ കേരളത്തിൽ, ഇന്ത്യയിൽ പൊതുവെ, കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ അടിമകൾക്ക്, അതായത് താഴെ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് സൂര്യപ്രകാശത്തിൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. തൊടല് പോട്ടെ, ഈ എന്താ പറയുക, തൊട്ടുകൂടായ്മ മാത്രമല്ല കണ്ടുകൂടായ്മ പോലും ഉണ്ടായിരുന്നൊരു സ്ഥലമാണല്ലോ. അതിൽ നിന്നൊക്കെ മാറി ഒരു ജനാധിപത്യവൽക്കരണം കേരളത്തിന് സംഭവിച്ചത് കേരളത്തിൽ നവോത്ഥാനമാണ്. നവോത്ഥാനത്തിൻ്റെ തന്നെ പിന്തുണയോടുകൂടി വന്ന ദേശീയ സമരം, ഇത് രണ്ടും കൂടിയിട്ടാണ് സംഭവിച്ചത്. പിന്നീട് വന്ന അതിൻ്റെ പിന്തുടർച്ചയായി വന്നിട്ടുള്ള ഇടതുപക്ഷ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഈ നവോത്ഥാനത്തിൻ്റെ ശക്തി പതുക്കെ അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചം പതുക്കെ കുറയുന്നത്, പ്രത്യേകിച്ചും ഇന്നത്തെ പ്രത്യേകമായ ഇന്ത്യൻ സാഹചര്യത്തിൽ, ലോക സാഹചര്യത്തിൽ പ്രതിലോമാശയങ്ങൾ കൂടുതൽ മനുഷ്യരിലേക്ക് വരുന്നു. ജാതി തിരിച്ചു വരുന്നു, മതസ്പർദ്ധ തിരിച്ചു വരുന്നു, സാമൂഹ്യ നീതിക്ക് പകരം സാമൂഹ്യ അനീതി തിരിച്ചു വരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ന്യൂനപക്ഷ മതവിരോധവും ദളിത് വിരോധവും ഒക്കെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഒരു കേരളീയ സമൂഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുസ്ലിം വിരോധം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇന്ത്യയിലും ലോകത്തൊക്കെ ഉള്ളതല്ല. അതൊരു പക്ഷേ ഒരു ശക്തമായിട്ടുള്ളൊരു സ്ഥലം കേരളമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സമൂഹങ്ങളിലൊക്കെ തന്നെ മുസ്ലിമുകൾ വളരെ പാവപ്പെട്ടവരാണ്. അപ്പോൾ അവരെ എതിർക്കാനൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ അവരുടേതായിട്ടുള്ള കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം, പിന്നെ ഗൾഫ് കുടിയേറ്റം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ കുറേ കൂടി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഭയങ്കരമായ ഒരു അമർഷം അതിനോടുണ്ട്. ഇതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥ പൊതുവെ ഒരു അരാഷ്ട്രീയ സ്വഭാവം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാട്ടൂർക്കടവ് എന്ന നോവലിലും ഇതുതന്നെയായിരുന്നല്ലോ പ്രധാന ഒരു പ്രമേയം. താങ്കൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള, അതായത് ജാതി വ്യവസ്ഥയോട് ഉള്ള ഒരു അടങ്ങാത്ത അമർഷം, ആ അമർഷം തന്നെയാണ് കണ്ടുവന്നതെന്ന് തോന്നുന്നു. എങ്ങനെയാണ് അതിലേക്ക് കടന്നു വന്നത്? ഇതൊക്കെ തന്നെ ആയിരുന്നോ കാരണങ്ങൾ? അത് ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. ഈ ഭാഗ്യം കൊണ്ട് എനിക്ക് തുടക്കത്തിൽ തന്നെ, ഞാനത്ര ഒരു സാങ്കേതിക വിദഗ്ധനൊന്നുമല്ല, ശാസ്ത്രവുമായിട്ടൊന്നും പരിചയപ്പെടാനുള്ളൊരു അവസരമില്ല. എങ്കിൽ പോലും എഴുത്തിനും വായനയ്ക്കൊക്കെ തന്നെ ആദ്യം വട്ടം മുതലേ തന്നെ ഈ ഡിജിറ്റൽ ഫോർമാറ്റൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള എനിക്കൊരു താല്പര്യം തോന്നി, എന്തുകൊണ്ടോ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കാലത്ത് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പറായിരുന്നു. അപ്പോൾ അത് കാരണം അത്രമാത്രം പ്രകടമായ രൂപത്തിലുള്ള പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. അത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, നമുക്ക് ചെയ്യാവുന്ന പൊളിറ്റിക്സ് അതാണല്ലോ. അപ്പോഴാണ് അതിശക്തമായിട്ടുള്ള വിമർശനം എനിക്കെതിരായിട്ട്. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും അതിൽ എഴുതിയിരുന്നില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ച് നിൽക്കണമല്ലോ. പക്ഷേ നവോത്ഥാനം ആശയങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിശക്തമായിട്ടുള്ള വിമർശനം, ഭയങ്കരമായ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. അപ്പോൾ പല ആളുകളും അത് വിമർശിക്കാറുണ്ട്. ഇപ്പോൾ നവോത്ഥാനത്തിനെതിരായിട്ടുള്ള ഈ ഭൂരിപക്ഷ മത വിഭാഗങ്ങളുടെ വക്താക്കളൊക്കെ വിമർശിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്കെതിരായിട്ടാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവർ മാത്രമല്ല എഴുതുന്നത്. ഈ പിന്നോക്ക ദളിത് സമൂഹത്തിൽപ്പെട്ട ചില യുവാക്കളും എന്നെ എതിർക്കുന്നുണ്ട്. ഞാനത് വളരെ ശ്രദ്ധിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരവസ്ഥ? ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കേരളത്തിൽ നടന്ന സാമൂഹ്യ പരിവർത്തനം, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പാടെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ആ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പോലും കേരളത്തിലില്ല അതിന് നേട്ടം അനുഭവിക്കാത്തവരായിട്ട്. പക്ഷേ അവരുടെയൊക്കെ അനന്തര തലമുറകൾ എന്തുകൊണ്ട് എതിർക്കുന്നു? എല്ലാ ഭാഗത്തുനിന്നും ഒരു എതിർപ്പുകൾ വരുന്നുണ്ട്. അതായത് സവർണ സമൂഹങ്ങളിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതം തകർന്നു, ഞങ്ങൾക്കുണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രമാണിത്വം നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു യാഥാർത്ഥ്യമില്ല അതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിയെ മനുഷ്യനാക്കിയത് നവോത്ഥാനമാണ്, ആ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ അടിത്തട്ടിൽ കിടക്കുന്ന ജനതയും അവരും ഭയങ്കര അസംതൃപ്തരാണ്. അപ്പോൾ അത്തരം അസംതൃപ്തിയുള്ള ഒരു വിഭാഗത്തെ അനലൈസ് ചെയ്യാനാണ് ഞാൻ കാട്ടൂർക്കടവ് എന്ന് പറഞ്ഞ നോവൽ എഴുതാനെന്ന് ആഗ്രഹിച്ചത്. ആ ഡി കാട്ടൂർക്കടവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അതിൽ ഞാൻ കണ്ടെത്തുന്നത് അതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ്. ഇത്തരത്തിലുള്ള നവോത്ഥാനത്തെ പിന്തുടർന്നു വരുന്ന ജനാധിപത്യ ശക്തികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ വിമർശിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആ നോവൽ എഴുതാനിടയായത്. വർത്തമാനകാലത്തിൽ കൂടിയും ഭൂതകാലത്തിൽ കൂടിയും സഞ്ചരിച്ച് ഒരു ദേശത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം വിശകലനം ചെയ്ത നോവലാണ് കാട്ടൂർക്കടവ്. താങ്കളൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. നമ്മൾ ഒരുപാട് എഴുത്തുകൾ കാണുന്നു. ഒന്നുകിൽ പ്രസ്ഥാനത്തെ രൂക്ഷമായി വിമർശിച്ച തരത്തിലുള്ള എഴുത്തുകളാവും, അല്ലെങ്കിൽ അതീവ ഭക്തിയോടെ വിനയത്തോടെ വാഴ്ത്തി പുകഴ്ത്തുന്ന തരത്തിലുള്ള എഴുത്തുകൾ. എന്നാൽ കാട്ടൂർക്കടവിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു. അതിൽ പ്രസ്ഥാനം കടന്നു വന്ന വഴികളിലെ പരാജയങ്ങളെപ്പറ്റി വിമർശിച്ചിരിക്കുന്നു. അതൊരു തരം ആത്മവിമർശനമാണ്. അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്യുന്നു. രണ്ടും സൈമൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഞാൻ പറയാം അതിലേക്ക്. അപ്പോൾ ഒരു കാര്യം വാസ്തവമാണ്. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ പറയാം. ഇപ്പോൾ പുരോഗമന സാഹിത്യം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ വികാസത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മലയാള സാഹിത്യം
അതിനെ പരിശോധിക്കുമ്പോൾ അതിന് പല ചരിത്രഘട്ടങ്ങളുമുണ്ട്. ഇപ്പോൾ ആദ്യകാല എഴുത്തുകാർ, നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത തകഴി, ബഷീർ, കേശവദേവ് പോലുള്ള എഴുത്തുകാർ, ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ മുൻഷി പ്രേംചന്ദ്, അതുപോലെ തന്നെ ഭീഷ്മ സാഹിനി, ബിമൽ മിത്ര, സാവിത്രി റോയ് പോലുള്ള, യശ്പാൽ പോലുള്ള എഴുത്തുകാർ, അവരൊക്കെ ആദ്യകാലഘട്ടത്തിലെ പുരോഗമന സാഹിത്യകാരന്മാർ. അവർ സമൂഹത്തെ, അതുപോലെ തന്നെ സമൂഹത്തെ നവീകരിക്കാനും സമൂഹത്തെ ഉദ്ബുദ്ധമാക്കാനും, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക ആ കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രീയ നായകന്മാർ, ഇപ്പോൾ വള്ളത്തോളൊക്കെ, അവരെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ പോലുള്ള കൃതികൾ എഴുതാനൊക്കെയാണ് തയ്യാറായിട്ടുള്ളത്. അത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഒരു സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നൊരു കാലഘട്ടമാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരുന്ന കാലഘട്ടം. അത് സമൂഹത്തെ ഉത്ബുദ്ധമാക്കാനുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ പിന്നിട്ടു. നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി, ഏതാണ്ടൊരു നൂറ്റാണ്ടായി. കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ വർഷങ്ങളായി. അപ്പോൾ അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ജനങ്ങളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് തുറന്നു വെച്ചുള്ള റേഡിയോ പോലെ ഒരു ഭാഗത്തേക്കുള്ള ഒരു സംഗതിയായിട്ട് വരില്ല. ഒരു സംവാദാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അത് കുറേ വിശദീകരിച്ച് പറയേണ്ട ഒരു ആശയമാണത്. പുതിയ കാല പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ, പുരോഗമന സാഹിത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആത്മവിമർശനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു 100 കൊല്ലം പിന്നിട്ടു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ശത്രു എന്ന് പറയുന്നുണ്ടല്ലോ. പണ്ട് കാലത്ത് ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശത്രുവായിരുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ ജന്മിത്തം ശത്രുവായിരുന്നു. ഇപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊക്കെ പ്രത്യക്ഷമല്ല. അതൊക്കെ താവളമടിച്ചിരിക്കുന്നത് ഇരയുടെ മനസ്സിലാണ്. നമ്മളൊക്കെയാണ് അതിൻ്റെ ഇരകൾ മാത്രമല്ല, നമ്മളൊക്കെ അതിൻ്റെ വക്താക്കളുമാണ്. നമ്മളൊരു വ്യവസ്ഥയുടെ ഇര മാത്രമല്ല, നമ്മൾ ആ വ്യവസ്ഥയുടെ വക്താക്കളും കൂടിയാണ്. നമ്മളെ ശത്രുവിൻ്റെ വക്താക്കളാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്രമാത്രം ശത്രു നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളത് ഓരോ വ്യക്തിയും സ്വയം അഴിച്ചു പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങളും ഇടയ്ക്കിടയ്ക്ക് എത്രമാത്രം ശത്രുവിൻ്റെ ആശയങ്ങളും പ്രതിലോമ ആശയങ്ങളും ഒക്കെ തന്നെ അതിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഓരോ പ്രസ്ഥാനവും, വ്യക്തി എന്ന പോലെ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ അഴിച്ചഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു ധാരണ എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഇപ്പോൾ അത് പ്രചരണമായിരുന്നില്ല പഴയകാലത്ത്. പ്രചരണമായിരുന്നു അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പ്രചരണത്തെക്കാൾ കൂടുതലായിട്ടുള്ളത് ഒരു ഇടപെടലാണ്. അത് മനുഷ്യ മനസ്സുകളിൽ ഒരു ഇടപെടലാണത്. അത് പ്രചരണം എന്നുള്ളൊരു സംഗതിക്ക് ഇനി പ്രചരണം ഒരു നല്ല വഴിക്ക് അത് നടക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേറൊരു രീതി അവലംബിക്കണം. ഇത് കുറേ കൂടി മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന വഴികൾ അന്വേഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരിയായ വിമർശനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഏത് പ്രസ്ഥാനത്തിനായാലും. ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നമുക്കതൊരു വിഷയമായിട്ട് എടുക്കാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അതിന് യോജിച്ച അല്ലെങ്കിൽ അതിനെ അർഹിക്കുന്ന ഒരു വിമർശകരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിനെ അർഹിക്കുന്ന ഒരു വിമർശകരില്ല. ആരാണ് അതിനെ വിമർശിച്ചുകൊണ്ടിരുന്നത്? EMS എന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന കാലത്ത് അതിനെ വിമർശിച്ചുകൊണ്ടിരുന്ന അപ്പുറത്ത് കേഹരനായിരുന്നു. എന്താണത്? ഒരു നിലയ്ക്കും ഒരു വിമർശന ഉന്നയിക്കാനുള്ളൊരു കരുത്തോ ഒരു ഭീഷണിയോ ഒരു പിൻബലമോ ഒന്നുമില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ദുർബലമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങളൊക്കെ തന്നെ ഏത് പ്രസ്ഥാനത്തിനും വഴിതെറ്റിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം
ശരിയായ വിമർശനങ്ങൾ, സർഗാത്മകമായ വിമർശനങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഒരു അവലംബമാണ്. അപ്പോൾ അത്തരം ഒരു വിമർശന അന്തരീക്ഷം ഉണ്ടാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ അതിൻ്റെ അകത്ത് ഈ ആത്മവിമർശനത്തിൻ്റെ വേറൊരു സംഘടനാപരമായ ഒരു രീതി ഉണ്ട് കേട്ടോ. സ്വയം വിമർശനം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. സാഹിത്യത്തിലും അതൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വഴി അന്വേഷിക്കുമ്പോഴാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. അത് ശത്രുവല്ല. അപ്പോൾ അത് ആരോഗ്യകരമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഏറ്റവും അത്യാവശ്യമാണ്. ശരിയായ വിമർശനത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ മധുരയിൽ പോയപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നിട്ട് ഞാൻ അതുവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ സമുന്നതനായ നേതാവ്, മലയാളം വായിക്കാൻ അറിയുന്ന തമിഴ്നാട്ടുകാരനായിട്ടുള്ള AK പത്മനാഭൻ, ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നിട്ട് കാട്ടൂർക്കടവ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയതിന് എന്നെ വളരെയേറെ അതൊരു എഴുതപ്പെടേണ്ട കൃതിയായിരുന്നു എന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അതുകൂടാതെ ഈ മറ്റേ കാട്ടൂർക്കടവ് ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യമായിട്ട് അതിനൊരു ആസ്വാദനം കുറിപ്പ് എഴുതിയത് ഇന്ന് കേരളത്തിലെ വ്യവസായ മന്ത്രിയായിരിക്കുന്ന P. രാജീവാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ അത് എഴുതി, പിന്നെ ഇതിലെഴുതി. അതൊക്കെ തന്നെ അതിൻ്റെ അത് ആ വിമർശനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇവിടുന്ന് പോരുമ്പോൾ ഇവിടെ എൻ്റെ പോക്കറ്റിലുണ്ട്, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അത് എടുക്കാൻ പറ്റില്ല, തൃശ്ശൂരിലെ ക്രിട്ടിക് എന്ന് പറയുന്ന ഒരു മാസിക, അത് നമ്മുടെ K. വേണുവിൻ്റെ സഹപ്രവർത്തകരൊക്കെ പടകൂടി നടത്തുന്നതാണ്. ഇടതുപക്ഷ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയാണത്. അവർ അതിശക്തമായിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടൂർക്കടവ് എന്ന് പറയുന്ന നോവൽ ഒരു കെണിയാണെന്നാണ് അതിൻ്റെ ടൈറ്റിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിമർശനമാണ്, ഇടതുപക്ഷ വിമർശനമാണെന്നുള്ള ധാരണ പരത്തി അതിസമർത്ഥമായി വായനക്കാരെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിമർശനം സർഗാത്മകമായാൽ ഉണ്ടാവുന്ന സംഭവമാണ് അതിൽ നിന്ന്. അതെനിക്ക് തോന്നുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ആത്മവിമർശനങ്ങളെ അത് അംഗീകരിക്കുന്നത്. അതിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ഇന്ന് ഒരുപാട് പേര് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നു. പുതിയ എഴുത്തുകാർ ഒരുപാട് പേരുണ്ട്. അതിൽ എഴുത്ത് കാലാനുസൃതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, വളരെ വിരളമായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. എഴുത്ത് കാലിക പ്രസക്തമാകണം. കാലത്തെ അറിഞ്ഞ് സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതാത് കാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള എഴുത്താണ് ആവശ്യം. ഇന്നും എന്നും ആവശ്യമെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അതായത് എഴുത്ത് കാലിക പ്രസക്തമാകണം. അതായത് ഇന്നത്തെ സംഭവങ്ങളാവണം ഇന്നത്തെ എഴുത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അത് തീർച്ചയായിട്ടും. എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരും കാലഘട്ടത്തിലേക്കുള്ള ഒരു നീക്കിയിരിപ്പാണെന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ സമകാലീന വിഷയങ്ങൾ കഥകളിലും നോവലുകളിലൊക്കെ ആവിഷ്കരിക്കുന്നത് ശരിയല്ല എന്നൊരു വലിയൊരു സാഹിത്യ സങ്കല്പം തന്നെയുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ എന്ന് പറഞ്ഞ സാഹിത്യ വിമർശകൻ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു സംഗതി അതാണ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം അന്നത്തെ പുരോഗമന സാഹിത്യമായി അടഞ്ഞത്. കാരണം നിങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിലെ വിഷയമാണ് സാഹിത്യത്തിന് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അത് സ്ഥായിയായി നിൽക്കുന്ന കാര്യങ്ങളല്ല. നാളെ അതിൻ്റെ പലതിൻ്റെയും പ്രസക്തി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹിത്യത്തിന് പ്രസക്തി നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, കല എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കാണ്. നമ്മുടെ ചങ്ങമ്പുഴയുടെ ഒരു കവിതയ്ക്ക്, പുസ്തകത്തിന് രസകരമായൊരു കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ ഒരു മേജർ, അദ്ദേഹം പട്ടാളത്തിലെ ഒരു സിവിലിയൻ ക്ലർക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മേജറാണ് അതിനൊരു ആമുഖം എഴുതിയിട്ടുള്ളത്. ആ ആമുഖം എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങമ്പുഴ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അതൊരു നല്ല കഥയാണത്. ഞാനത് മുഴുവൻ വിശദീകരിക്കുന്ന സമയമില്ലാത്ത കാരണം. പക്ഷേ അതിലൊരു വാചകം പറഞ്ഞു. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ മേജർ അദ്ദേഹത്തിൻ്റെ ഹയർ ഓഫീസറോട് ഇദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഹയർ ഓഫീസർ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഈ സിവിലിയൻ ക്ലർക്കുമാരുടെ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുന്നത്?
നിങ്ങളൊരു വലിയ മേജറല്ലേ, നിങ്ങൾ ഈ സിവിലിയൻ ക്ലർക്കിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നു വളരെ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വാചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ നമ്മളൊക്കെ 2 നിമിഷം കൊണ്ട് വിസ്മരിക്കുമ്പോൾ ഈ മനുഷ്യൻ 2000 കൊല്ലം സ്മരിക്കപ്പെടുന്നതാണ് ചങ്ങമ്പുഴയെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ഡെലിഗേറ്റ്സിലേക്ക് ഒന്ന് കടക്കാം. ഡെലിഗേറ്റ്സിന് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അവസരമാണിത്. ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ പരമാവധി ചുരുക്കി ചോദിക്കുക, കാരണം നമുക്ക് സമയപരിമിതിയുണ്ട്. സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. കാട്ടൂർക്കടവ് എന്ന കഥ, ആ കഥയെ അനുസരിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ. നമസ്കാരം സാറേ, എനിക്ക് പൊതുവായ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോഴത്തെ യുവതലമുറകൾക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്, എഴുതാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കരുതുന്നത് എഴുത്ത്, ആ എഴുത്തുകാരൻ എഴുതുന്ന രചന അയാൾക്ക് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് എന്നാണ് എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്. അതേ ഈ യുവതലമുറ ഗുരുക്കന്മാരായി, എഴുത്തിൻ്റെ ഗുരുക്കന്മാരായി കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കണ്ണൂരാണെന്ന് തോന്നുന്നു, ചോദ്യത്തിലേക്ക് വേഗം വരൂ. ചോദ്യത്തിലേക്കാണ് വരുന്നത്. കണ്ണൂർ ഒരു പ്രോഗ്രാമിൽ നമ്മളെ ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെല്ലാവരും വിമർശിക്കുകയുണ്ടായി. അതായത് അവർക്ക് അക്ഷരജ്ഞാനമില്ല, എഴുതുന്നവരെല്ലാവരും രാമായണം മഹാഭാരതം എന്ന കൃതി വായിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഷേക്സ്പിയറും നെരൂദയും പോലുള്ള പ്രശസ്ത കവികൾ ഈ രാമായണം മഹാഭാരതം വായിച്ചൊന്നല്ലല്ലോ ഇത്രയും പ്രശസ്തി ആർജിച്ചതെന്നാണ്. അതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ ടി പത്മനാഭൻ പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ വിമർശിക്കാറുണ്ട്. പക്ഷേ അക്ഷരജ്ഞാനം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു അക്ഷരം തെറ്റിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും എനിക്ക് അറിയാത്ത ആളാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരാളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് റൈറ്ററായിട്ട് അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൃതി ഇത്രമാത്രം മനോഹരമായതെന്ന് മാധവിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ മാധവിക്കുട്ടിയുടെ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മലയാളം കുറച്ച് മാത്രമേ അറിയുള്ളൂ, ഞാൻ കൽക്കത്തയിലും ബോംബെയിലൊക്കെ വളർന്നതുകൊണ്ട് കുറച്ച് മലയാളം മാത്രമേ അറിയുള്ളൂ, ആ മലയാളം വായിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്, അതുകൊണ്ടായിരിക്കാം എൻ്റെ കൃതി മനോഹരമായതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഭാഷാപരമായി ഞാനൊന്നും, ഭാഷ സാഹിത്യത്തിൻ്റെ ഒരു ഉപകരണം തന്നെയാണ്, പക്ഷേ ഭാഷയെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരൻ്റെ ആ പ്രതിഭാവിലാസമാണ്, അത് വേറൊരു സംഭവമാണ്. അടുത്ത ചോദ്യം. നമസ്കാരം സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും വീക്ഷണങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ താങ്കളുടെ കഥകൾ പലയിടത്തും മനുഷ്യനും അവരുടെ വൈകാരികതയ്ക്കുമാണ് ഇടം കൊടുക്കുന്നത്. താങ്കൾ ഇങ്ങനെയുള്ള കഥകൾ എഴുതുമ്പോൾ, കാട്ടൂർക്കടവിൽ നിന്ന് പുറപ്പെടുന്ന ആ കഥയ്ക്ക് വായിക്കുമ്പോൾ താങ്കൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ സത്യസന്ധനാവുന്നത് ഈ ഇടങ്ങളിലാണോ? ഒരു കഥ എഴുതുമ്പോഴാണ് താങ്കൾ കൂടുതൽ സത്യസന്ധനാവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കഥാകൃത്തിൻ്റെ ഒരു ആത്മാവിഷ്കാരമാണ് ഈ കഥ എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അത് രണ്ടും ഒന്നാണ് കുട്ടി. രണ്ടും ഇത് കഥ വേറൊരു ഫോർമാറ്റാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു നിരൂപകൻ, എൻ്റെ സുഹൃത്താണ്, കാട്ടൂർക്കടവിന് ഔദാരിക എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഒരിക്കൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പേര് സ്വയം പിളരുന്ന കഥാകാരൻ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലയ്ക്ക് രാഷ്ട്രീയ നിലപാടെടുക്കുകയും അതിന് ഘടകവിരുദ്ധമായ സമീപനം കഥയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെയാണ് ഇയാളും ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ടും രണ്ട് പ്ലാറ്റ്ഫോമാണെന്ന് മാത്രമല്ല. രണ്ടും ഒരേ മാനസിക അവസ്ഥ തന്നെയാണ് പിന്തുടരുന്നത്. അടുത്ത ചോദ്യം. നമസ്കാരം സാർ. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എഴുത്ത്? എല്ലാവരുടെയും വീക്ഷണങ്ങൾ പലതാണല്ലോ.
അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് സാറിനെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാമോ? എഴുത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം, നമ്മൾ കണ്ടത്, കേട്ടത്, പരിചയപ്പെട്ടത്, വായിച്ചത്, അത്തരമായിട്ടുള്ള നമ്മുടെ ഒരു ലോകം നമ്മുടെ സമാന മനസ്കരായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എഴുത്ത്. അല്ലെങ്കിൽ എല്ലാ കലാവിഷ്കാരങ്ങളും അത് തന്നെയാണ്. അത് നമ്മുടെ ജനാധിപത്യ വികാസത്തിൻ്റെ ഒരു വലിയ ശക്തിയായി മാറുന്നു എന്നുള്ളതാണ്. വേറെ ചോദ്യങ്ങൾ? അവിടേക്കൊന്ന് മൈക്ക് കൊടുക്കണേ. ബാലസാഹിത്യത്തിന് മലയാളത്തിൽ ഇപ്പം അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്, വളരെ ലളിതമായി ചെറിയ കുട്ടികൾ വായിച്ചു തുടങ്ങുമ്പോൾ ഉള്ള ശൈലിയിൽ എഴുതുന്ന ബാലസാഹിത്യകാരന്മാർക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ബാലസാഹിത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുട്ടികൾ വളരെ കരുത്തന്മാരും പ്രതിഭാശാലികളുമായി മാറി. ബാലസാഹിത്യം എഴുതുന്ന ആൾക്കാർ അവരുടെ അടുത്തേക്ക് എത്താൻ മാത്രം യോഗ്യരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പുതിയ കുട്ടികളെ നേരിടാനുള്ള പ്രാപ്തി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ആൾക്കാർക്കില്ല. അവരിപ്പോഴും തത്തമ്മയുടെയും പൂച്ചയുടെയൊക്കെ കഥ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. മറ്റു ചോദ്യങ്ങൾ? ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിരിക്കുകയാണ്. അവസാനം എൻ്റെ ഒരു ചോദ്യം കൂടിയുണ്ട്, അത് ചോദിച്ച് വൈൻഡപ്പ് ചെയ്യാം. 100 വർഷങ്ങൾക്ക് ശേഷം കാട്ടൂർക്കടവ് വായിക്കുന്ന ഒരു വ്യക്തിക്ക് വായിച്ചു കഴിയുമ്പോൾ അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉളവാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ഭയമുണ്ടോ? അതിപ്പോൾ നമ്മളിപ്പോൾ ഭയപ്പെട്ടിട്ടൊരു കാര്യമില്ലല്ലോ. എന്താണ് 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? കാട്ടൂർക്കടവ് ആരെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വായിക്കുകയോ? പണ്ട് ഇതിഹാസം എഴുതിയ വാത്മീകി വിചാരിച്ചിട്ടുണ്ടാവുമോ രാമൻ്റെ പേരിൽ, തൻ്റെ കഥാപാത്രമായ രാമൻ്റെ പേരിൽ അയോധ്യ എന്നൊക്കെ പറഞ്ഞ് കലാപമുണ്ടാക്കി ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാനിടയായി ഒരു രാജ്യത്തിൻ്റെ തന്നെ മഹത്തായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരമൊക്കെ തകർത്ത് വിഭജനത്തിന് വേണ്ടി തൻ്റെ നായകനെ ഉപയോഗിക്കും എന്ന് വാത്മീകി ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഡിമിത്രി എന്ന ഡി കാട്ടൂർക്കടവ്, കെ കാട്ടൂർക്കടവിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരുമാണ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസ്സിനെ ഒരുപാട് തട്ടിയ ഒരു ഡയലോഗ് അതിനകത്ത് സാറൊരു എഴുതിയിട്ടുണ്ട്. അത് ഡിമിത്രി എന്ന ഡി കാട്ടൂർക്കടവ് വായിക്കുന്നവന് വളരെ കൊള്ളരുതായ്മകളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അതിനെ, ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ആ കഥയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഡിമിത്രി എന്തുകൊണ്ട് അങ്ങനെ ആയി? ആരാണ് ഡിമിത്രി അങ്ങനെ ആക്കിയത്? സമൂഹമല്ലേ അങ്ങനെ ആക്കിയത്. അതിൽ ഒരു കുഞ്ഞിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തുന്നത് കുടുംബമാണ്. ഒരു പക്ഷേ ദിമിത്രിയുടെ തകർച്ച ആരംഭിച്ചത് അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ? കാരണം ആ ഒരു ഡയലോഗ് ഒന്ന് കോട്ട് ചെയ്യുകയാണ്. സ്കൂളിൽ ചേരുന്നതിന് മുൻപ് വല്യമ്മയും ഒത്ത് അച്ഛനെ കാണാൻ വേണ്ടി എത്തുന്ന ഡിമിത്രിയോട് അച്ഛൻ പറയുന്നത് നീ എൻ്റെ രക്തമല്ല, നീ എൻ്റെ ശാപമാണ് എന്നാണ്. അത് എഴുതുമ്പോഴുണ്ടായ ഒരു വികാരം എന്തായിരുന്നു? അത് അങ്ങനെ എഴുതി അവിടേക്ക് എത്തിയതാണ്. വാസ്തവത്തിൽ ഞാൻ എഴുതുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിമിത്രി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ കണ്ടത് സമൂഹത്തിലെ പ്രധാനമായിട്ടും ഒരു പ്രതിലോമ പക്ഷത്ത് നിന്നിട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളെ നിരന്തരം വിമർശിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം യുവാക്കളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ്. അതിനെ പിന്തുടർന്ന് പോയപ്പോഴാണ് ഞാൻ അറിയാത്ത മട്ടിൽ അയാൾ വളരെ വലുതായി. അയാൾക്ക് ഇപ്പുറത്ത് അയാളെ നോക്കിക്കാണുന്ന കഥാപാത്രമായിട്ടുള്ള കെ എന്ന എഴുത്തുകാരൻ നിഷ്പ്രഭനാവുകയും തകർന്നു പോവുകയും ചെയ്തു ആ വളർന്ന കഥാപാത്രത്തിൻ്റെ മുമ്പിൽ. കാരണം അയാൾ നേരത്തെ ലിബി പറഞ്ഞ പോലെ അയാളെ കേരളത്തിലെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനം, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഒരു അയാളെ കൂടി സൃഷ്ടിച്ചതാണ്. അയാളുടെ സൃഷ്ടിയിൽ കുറ്റത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അയാൾ പൊതുവായി നിന്ന് കേരളത്തിൻ്റെ പുരോഗമന പ്രത്യക്ഷ
നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് എൻ്റെ പിടിയിൽ നിന്ന് വിട്ടുപോയി വളർന്ന് വികസിച്ച ഒരു കഥാപാത്രമായിട്ടാണ് ഇനി ഞാൻ അത് കാണുന്നത്. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? നമസ്കാരം. കാട്ടൂർ കടവ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന അശോകൻ ചെരുവിൽ നമ്മൾ അതുവരെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പരിചയിച്ച അശോകൻ ചെരുവിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതുവരെ നമ്മൾ അശോകൻ ചെരുവിലിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് സോഷ്യൽ മീഡിയ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം സിസ്റ്റത്തോട് വളരെ കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അനുബന്ധമായിട്ട് പോകുന്ന ഒരു എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിട്ടാണ്. പക്ഷേ കാട്ടൂർ കടവിൽ വളരെ പച്ചയായ ഒരു മനുഷ്യൻ, വളരെ ഒരുപാട് കാര്യങ്ങളെ ആത്മവിമർശനത്തോടെ കാണുന്ന, ആത്മവിമർശനത്തിന് വലിയ വിലയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യനായിട്ട് കാണുന്നു. അപ്പോൾ കാട്ടൂർ കടവ് വായിച്ചു കഴിയുന്ന ഒരു വായനക്കാരന് തീർച്ചയായും അശോകൻ ചെരുവിലിനെ കുറിച്ച് വളരെ പുതിയ ഒരു കണ്ണുകൂടി അശോകൻ ചെരുവിലിനെ കാണേണ്ടി വരുന്നു. വളരെ ആത്മവിമർശനം നടത്തുന്ന, വളരെ പച്ചയായ, മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിട്ട്, ഒരു എഴുത്തുകാരനായിട്ട് പുനരവതരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് എന്ന് ചോദിച്ചു. അതിൽ രണ്ട് വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരാളും അതുപോലെ തന്നെ കഥ എഴുതുന്ന ആളും രണ്ട് മീഡിയയാണ്. അതിൻ്റേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. പക്ഷേ അത് രണ്ടും അങ്ങേയറ്റം വ്യത്യസ്തമാണെന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഞാൻ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയോട് യോജിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. നിങ്ങൾ ആരാണ് ശത്രു എന്നുള്ളൊരു വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. നമ്മൾ പലതരത്തിലും ശത്രുവിനെ കാണുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ശത്രു നമ്മുടെ അയലോകത്ത് കാണിക്കുന്ന അന്യമതസ്ഥനാണ്. പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, തൊഴിലില്ലായ്മ, രോഗം, അതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കുറ്റക്കാരായിട്ട് കാണുന്നത് നമ്മുടെ അയലോക്കക്കാരനെ ആയിരിക്കും, അയൽവാസിയായിരിക്കും. അയൽവാസി അന്യമതസ്ഥനാണ്, അവൻ്റെ പള്ളിയാണ്, അല്ലെങ്കിൽ അവൻ്റെ അമ്പലമാണ്, അല്ലെങ്കിൽ അവൻ്റെ സംഘടനയാണ്, അവൻ്റെ സംഘബലാണ് നമ്മുടെ ശത്രു എന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസറാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭരണാധികാരിയാണ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വിചാരിക്കും. അതൊന്നുമല്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന കാര്യം ഭരണവർഗമാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ. അതാണ് ആ ഭരണവർഗം ഏതാണെന്ന് തിരിച്ചറിയുന്ന ഒരു ശാസ്ത്രീയ സമീപനം തന്നെയാണ് ഞാൻ എപ്പോഴും പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അതിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ പിന്താങ്ങുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ഒരിക്കൽ പോലും സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടെ ദേശീയ പ്രസ്ഥാനമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ആ രാഷ്ട്രീയ ശക്തിയെ ശക്തമായി എതിർക്കുന്നു. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് എൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു കടമയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിർത്തു. അതേ ജാഗ്രതയോടുകൂടി ഞാൻ ഇതിനെ എതിർക്കുന്നു. അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും എനിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നത് ഞാൻ പൊതുബോധത്തെ ആക്രമിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, നമ്മുടെ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില അധികാര കേന്ദ്രങ്ങളുണ്ടല്ലോ. ഞാൻ നേരത്തെ നമ്മളിവിടെ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചില അധികാര മേധാവിത്വങ്ങൾ. ഇപ്പോൾ ഞാൻ യൂറോപ്പിൽ നവഫാസിസം, ഇന്ത്യയിൽ നവബ്രാഹ്മണിസം എന്ന് എൻ്റെ ഒരു ഫേസ്ബുക്കിൻ്റെ മോഡൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വലിയ വിമർശനത്തിൻ്റെ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നവബ്രാഹ്മണിസം, നവഫാസിസം എന്ന് പറഞ്ഞാൽ പഴയ രൂപമല്ല അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി മാത്രമല്ല. ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അധികാരത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രൂപം. ഇപ്പോൾ യൂറോപ്പിൽ അത് നാസിസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാസിസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അതിൻ്റെ രൂപം പഴയ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഭീകരമായ മേധാവിത്വത്തിൻ്റെ ആ ഒരു പഴയ രൂപം ഉണ്ടല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ മേധാവിത്വത്തിൻ്റെ രൂപം ആയിട്ടുള്ള ബ്രാഹ്മണിസമാണ്. അതിൻ്റെ നവരൂപം വയ്ക്കുന്നത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ജാതിയല്ല.
എല്ലാ അധികാരങ്ങളെയും അതാണ് ബാധിച്ചിട്ടുള്ളത്. അത് ഏറ്റവും ഒരു വില്ലേജ് ഓഫീസിലെ ശിപായിയിൽ പോലും ചിലപ്പോൾ നമുക്കതിന് കാണാം, ഒരു ബ്രാഹ്മണിക്സ് സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. എവിടെ അധികാരമുണ്ടോ അതിൻ്റെ രൂപം അതാണ് കൈവരിക്കുന്നത്. ഇതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടപെടുന്ന വിമർശനം, എനിക്കെതിരായിട്ട് വരുന്ന വിമർശനം പ്രധാനമായിട്ടും. മറ്റൊരർത്ഥത്തിൽ അത് തന്നെയാണ് ഞാൻ കാട്ടൂർക്കടവിലും ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകളെ തകർത്തെറിയാൻ ശ്രമിച്ച് അതിൽ വിജയിച്ച നമ്മുടെ സഖാവായ സാഹിത്യകാരന് ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. പങ്കുചേർന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.